ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സൗണ്ട് ഇപ്പോഴും അങ്ങോട്ട് ഇതായിട്ടില്ല, നല്ല ത്രോട്ട് പെയിൻ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കഥ പറയാതിരിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ കാത്തിരിക്കുകയല്ലേ? മാലയോഗത്തിൻ്റെ 56-ാം ഭാഗം. ഡ്രൈവിങ്ങിനിടയിലും വിഘ്നേഷിൻ്റെ നോട്ടം ഉണ്ണിമായയിലാണ്. നീ ഇങ്ങനെയാണ് ഡ്രൈവിംഗ് ചെയ്യുന്നതെങ്കിൽ വണ്ടി എവിടെയെങ്കിലും കൊണ്ടിടിക്കും. ഇടയ്ക്കിടെ പിറകിലിരിക്കുന്നവളെ തിരിഞ്ഞു നോക്കുന്നവനോടായി സുബ്ബലക്ഷ്മി കെറിവിച്ചു. ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളിൽ അവൻ്റെ ആ കാമുകൻ കളി കണ്ട് ചിരിയാണ് വന്നത്. അത് തന്നെയാണ് സുബ്ബലക്ഷ്മിയുടെ പ്രകൃതവും. കയ്യിലുള്ള നാരങ്ങ നാസികയോട് ചേർത്ത് പിടിച്ച് തുറന്നിട്ട ഗ്ലാസ്സിലൂടെ വഴിയോര കാഴ്ചകളിൽ ശ്രദ്ധയൂന്നിയിരിക്കുന്ന ഉണ്ണിമായയും സുബ്ബലക്ഷ്മി പറഞ്ഞത് കേട്ടിരുന്നു. അത്രയ്ക്ക് ഉച്ചത്തിലാണ് അവരുടെ സ്വരം. അല്ല അമ്മ, അവൾ തനിച്ചല്ലേ ഇരിക്കുന്നത്? അമളി പറ്റിയത് മുഖത്ത് പ്രകടിപ്പിക്കാതെ വിഘ്നേഷ് സ്റ്റിയറിങ്ങിൽ പിടിച്ചു കൈ ഇറുക്കി അവൻ്റെ ജാള്യത മറച്ചു. തനിച്ചാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്ന അതേ കാറിൽ തന്നെയല്ലേ അവൾ ഇരിക്കുന്നത്? വിടാൻ ഭാവമില്ലാതെ സുബ്ബലക്ഷ്മിയും. ഉണ്ണിമായ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞോളൂ കേട്ടോ. സുബ്ബലക്ഷ്മി പിറകിലേക്കൊന്ന് തിരിഞ്ഞിരുന്നു വാത്സല്യത്തോടെ അവളോട് പറഞ്ഞു. മുൻപിലെ മിററിൽ കാണുന്ന അവൻ്റെ മിഴികളിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അവൾ സുബ്ബലക്ഷ്മിയോടുള്ള മറുപടി പോലെ തലയൊന്നാട്ടി. പിന്നെ അവനൊന്നും മിണ്ടിയില്ല. ഒരേ ഇരിപ്പിലുള്ള യാത്ര തുടർന്നാൽ സുബ്ബലക്ഷ്മിക്ക് കാലിൽ നീര് വന്ന് നിറയും എന്നുള്ളതുകൊണ്ട് ഓരോ ജില്ലയിലെ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ നിർത്തിയിട്ടും ചായ കുടിച്ചുമാണ് അവർ യാത്ര തുടർന്നത്. തിരുനെൽവേലി എത്താൻ ഇനി നമുക്ക് 2 മണിക്കൂർ കൂടി യാത്ര കഷ്ടിച്ച് കാണും. തിരുവനന്തപുരം ജില്ല കഴിഞ്ഞു അല്പം യാത്ര ചെയ്തു ചെങ്കോട്ടെത്തി. വിഘ്നേഷിന് പരിചയമുള്ള ഒരാളുടെ ചായക്കട എത്തിയതും അവൻ കാർ നിർത്തി. ഈ കുട്ടി? അവർ 3 പേരുടെയും മുൻപിലേക്ക് ചായ കൊണ്ടുവെക്കുന്നതിനിടെ ചായക്കടക്കാരൻ സ്വാമി അണ്ണൻ ചോദിച്ചു. ഇവൻ്റെ കെട്ടിയവളാ ഉണ്ണിമായ. വിഘ്നേഷ് പറയാൻ തുടങ്ങും മുമ്പേ സുബ്ബലക്ഷ്മി അയാൾക്ക് മറുപടി കൊടുത്തു. കൊടുത്ത ചായ അതേപടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഉണ്ണിമായ ഇരുന്നു. താൻ ഈ അമ്മയുടെയും മകൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നുവെന്ന് അവളും തിരിച്ചറിഞ്ഞും അംഗീകരിച്ചും തുടങ്ങിയിരുന്നു. താൻ ഓക്കെ അല്ലേ ഉണ്ണിമായ? ചൂടുള്ള ചായ ഗ്ലാസ്സിൽ തഴുകി കൈവെള്ളയിൽ ചൂട് പിടിപ്പിച്ചു ഓർമ്മയിലാണ്ടുപോയവൾ പെട്ടെന്ന് ഞെട്ടി അവനെ നോക്കി. എന്താ അല്ല ഏട്ടാ? അവൾക്ക് വെപ്രാളമാണ്. ഉണ്ണിമായ മനസ്സിലോർത്തത് വിഘ്നേഷ് കണ്ണിലൂടെ മനസ്സിലാക്കി കാണുമോ എന്ന ഭയം. ഒന്നില്ല, താൻ വല്ലാണ്ടിരിക്കുന്നു, അതാ ചോദിച്ചത്. ഉണ്ണിമായ വാ, അമ്മ പോയി, കാറിൽ കയറിക്കോളൂ. അവിടെ വെച്ച പേപ്പറിൽ കയ്യിലെ എണ്ണ തുടച്ചുകൊണ്ട് വിഘ്നേഷ് എഴുന്നേറ്റതും ഉണ്ണിമായയും അവനോടൊപ്പം ചെന്നു. സുബ്ബലക്ഷ്മിയുടെ വീടിൻ്റെ മുറ്റത്ത് വിഘ്നേഷിൻ്റെ കാർ വന്ന് നിർത്തുമ്പോൾ നേരം സന്ധ്യയോടടുത്തിരുന്നു. അവർ ഇറങ്ങുന്നതിന് മുമ്പേ ആ വലിയ വീടിൻ്റെ ഉള്ളിൽ നിന്നും പിറകിൽ നിന്നുമായി ഒരു കൂട്ടം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ ഓടി വന്നിരുന്നു. അവരുടെ ആ വരവ് കണ്ട് ഉണ്ണിമായ പേടിച്ചെങ്കിലും വിഘ്നേഷിൻ്റെയും സുബ്ബലക്ഷ്മിയുടെയും മുഖത്ത് ആനന്ദമാണ്. മുമ്പിൽ നിൽക്കുന്ന പ്രായമായൊരു സ്ത്രീ സുബ്ബലക്ഷ്മിക്ക് കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കുന്നതും അവർ ഇറങ്ങി. അവർ സുബ്ബലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുന്നതും കവിളിൽ ഉമ്മ വയ്ക്കുന്നതും ഉണ്ണിമായ പിറകിലെ സീറ്റിൽ തന്നെ ഇരുന്നു കണ്ടു. അവർക്ക് സുബ്ബലക്ഷ്മിയുടെ മുഖഛായയുണ്ട്. മൂക്കിൻ്റെ ഇരുഭാഗങ്ങളും കുത്തി വലിയ 2 മൂക്ക് കുത്തിയിട്ടിട്ടുണ്ട്. മുറുക്കിച്ചു വന്ന ചുണ്ടുകൾ കൊണ്ട് അവർ പുഞ്ചിരിക്കുന്നത് കാണാൻ നല്ല ഷേലുണ്ട്. മടിസാറാണ് അവർ ധരിച്ചിരിക്കുന്നത്. അവർ മാത്രമല്ല, ആ കൂട്ടത്തിലെ മുതിർന്ന സ്ത്രീകളുടെ ഒക്കെ വസ്ത്രം മടിസാറാണ്. ഉങ്ക മരുമകളെങ്കേ? അവരുടെ ആ ചോദ്യം കേട്ടതും സുബ്ബലക്ഷ്മി കാറിലേക്ക് തിരിഞ്ഞു നോക്കി. വിഘ്നേഷിൻ്റെ പിറകിൽ ഒളിഞ്ഞു നിൽക്കുന്നവളെ അവർ കൈ കാണിച്ചു വിളിച്ചു. അവൾ പേടിയോടെയാണെങ്കിലും മടിച്ചു മടിച്ച് സുബ്ബലക്ഷ്മിയുടെ അരികിലേക്ക് നീങ്ങി നിന്നു. ഇതാണ് എൻ്റെ അനിയത്തി യശോധര. സുബ്ബലക്ഷ്മി പറഞ്ഞു കേട്ടതും അവൾ ആദ്യമൊന്ന് തൊഴുതു, പിന്നീട് അവരുടെ കാലിലേക്ക് വീണു. യശോധര അവരുടെ പാദം സ്പർശിക്കാൻ അനുവദിക്കാതെ അവളുടെ ഇരുതോളിലും പിടിച്ചുയർത്തി. അടടാ, മഹാലക്ഷ്മി പോൽ ഇരിക്കലാ.
യശോധര അവളുടെ മുഖമാകെ കൈവെള്ള കൊണ്ട് കഴുകി അവരുടെ ഇരു ചെന്നിയിലും കൈ ചുരുട്ടി വെച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. പരിഭ്രമിച്ചു നിൽക്കുന്നവളുടെ മുഖത്തേക്ക് ഒന്ന് എത്തി നോക്കി വിഘ്നേഷ് ഒരു കണ്ണ് ചിമ്മി തുറന്നു. അമ്മാടി, അവങ്ക പെട്ടികളെല്ലാം എടുത്ത് മേലെ റൂം വൈ. യശോധരയുടെ ഭർത്താവിൻ്റെ ആജ്ഞാപനം കേട്ടതും മെലിഞ്ഞ ഒരു പയ്യൻ ഓടി വന്നു. വിഘ്നേഷ് കയ്യിലെടുത്ത ബാഗ് തോളിലിട്ടും ട്രോളി തള്ളിയും അമ്പാടി വേഗത്തിൽ അകത്തേക്കോടി. അതൊരു അറ്റമില്ലാത്ത വീടാണ്. വീടിൻ്റെ ഉമ്മറം കഴിഞ്ഞതും വീതിയുള്ള നടുമുറ്റമാണ്. ഉണ്ണിമായ, ഇതാണ് കല്യാണപ്പൊണ്ണ് അമൃത. പച്ച ധാവണി ഉടുത്തു അവർക്ക് നേരെ പുഞ്ചിരിച്ചു വരുന്ന വെളുത്തു മെലിഞ്ഞ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു സുബ്ബലക്ഷ്മി പറഞ്ഞു. അമൃത അവളെ അടിമുടി ഒന്ന് നോക്കി കൈകളിൽ തലോടി. ആ കുഞ്ഞു കണ്ണുകളിൽ വിസ്മയമാണ്. ഉണ്ണിമായ എന്ന അതിസുന്ദരിയെ കണ്ടിട്ടുള്ള ആശ്ചര്യം. എപ്പടി ഇവളവ് മുടി വന്നത്? നാനും ரொம்ப മുയற்சி பண்ணிட்டே ആണാ മുടി വരലേ. ഉണ്ണിമായുടെ കൈകളിൽ പിടിച്ചു അവളെ അമൃത മുറിയിൽ കൊണ്ടിരുത്തി വിശേഷവും വിഷമവും പറഞ്ഞിരിപ്പാണ്. മുഖത്ത് ഒരു പുഞ്ചിരിയോടെ ഉണ്ണിമായ അത് കേട്ടിരിക്കുന്നുണ്ട്. എടി പൊട്ടിക്കാളി, നിന്റെ കുണുകുണു തമിയൊന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ടാകില്ല. ആ മുറിയിലേക്ക് കയറി വന്ന വിഘ്നേഷ് അമൃതയുടെ തലക്കിട്ട് ചെറിയൊരു കൊട്ടു കൊടുത്തു. ആ, അങ്ങനെ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. ഞാനേ ഒരു പാലക്കാട്ടുകാരിയാ. അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കേണ്ട. മടക്കി വെച്ച സാരി തലപ്പരയിൽ കെട്ടി ഉണ്ണിമായ മുഖം വീർപ്പിച്ചു നിന്നു. ആ ഒരു നിൽപ്പ് അവന് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. അമൃത കുഞ്ഞെ, ഉങ്ക പയ്യനെ കൂപ്പിട്ടായാ? വിഘ്നേഷ് അമൃതയുടെ വിരലുകൾ ഓരോന്ന് ഉയർത്തിയും മടക്കിയും നിന്നു. ഇല്ലേ, എന്നാ പോയി അവനെയും വിളിച്ച് സൊല്ലിയിർക്ക്. ഞാൻ എൻ്റെ പൊണ്ടാട്ടിയെ ഒന്ന് സ്നേഹിക്കട്ടെ. അവൻ കെഞ്ചും പോലെ ശൃംഗാരഭാവത്തിൽ പറഞ്ഞതും അമൃതയുടെ മുഖത്ത് നാണം വന്ന് മൂടി. അവൾ ആ ഭാവത്തോടെ ഉണ്ണിമായെ ഒന്ന് നോക്കി. നിന്ന നിൽപ്പിൽ ഇടിവെട്ടി ഈ ജീവനങ്ങ് പോയെങ്കിൽ നന്നായേനെ എന്ന ഭാവമാണ് അവൾക്കപ്പോൾ. നടക്കട്ടു. അവൾ തായ്ചുണ്ട് കടിച്ചു പിടിച്ചു അല്പം കുറുമ്പോടെ മുറി വിട്ടുപോയി. അമൃത വാതിൽ കട്ടില കടന്നതും വിഘ്നേഷ് ആ മുറിയുടെ ഇരുവാതിൽ പാളികളും അടച്ചു ഓടാമ്പലിട്ടു അവളെ തിരിഞ്ഞു നോക്കി ആ വാതിലിൽ അങ്ങനെ ചാരി നിന്നു. കൈകൾ നെഞ്ചോട് വെച്ച് പിണച്ചു കെട്ടി വിഘ്നേഷ് ഉണ്ണിമായയെ നോക്കിക്കൊണ്ടേ നിന്നു. അവളെ അലോസരപ്പെടുത്തുന്നത് അവൻ്റെ ആ മുഖത്തെ ആ വഷളം ചിരിയാണ്. ഉണ്ണിമായ മുറിയിലെ ജനൽപ്പാളികൾ തുറന്നിട്ടു. ജനൽപ്പാളികൾ തുറന്നതും ഒഴുകിയെത്തിയ തണുത്ത കാറ്റ് അവളുടെ മുഖത്തെയും ശേഷം മുടിയിഴകളെയും തഴുകി പിറകിൽ നിൽക്കുന്നവനിലേക്ക് വീശി. അവിടെ നിന്ന് നോക്കിയാൽ അങ്ങകലെ ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന കോവിൽ കാണാം. അവൾ അതിശയം നിറഞ്ഞ മിഴികളോടെ അങ്ങോട്ട് മിഴി നീട്ടി നിന്നതും വിഘ്നേഷും അവൾക്കരികിലെത്തി. ജനാലയുടെ കമ്പിയിൽ വലം കൈ വെച്ച് അവളുടെ കാഴ്ചയിൽ മുഴുകി നിന്നു. ഉണ്ണിമായ്ക്ക് അങ്ങോട്ട് പോകണോ? അവളുടെ വലം കൈ പത്തിക്ക് മുകളിൽ അവൻ്റെ കരം വെച്ചു. ഒന്ന് മൂളിക്കൊണ്ട് അവൾ ആ കൈ വേഗം പിൻവലിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം. അമൃതയുടെ കല്യാണത്തിന് മുന്നോടിയായുള്ള പൂജകൾ നടക്കുന്ന സമയമാണ്. ഇപ്പം ആരെയും അങ്ങോട്ട് അലോ ചെയ്യില്ല. അവൻ പറയുന്നത് കേട്ട് ഉണ്ണിമായ മൗനമായി തല താഴ്ത്തി. ഇടയ്ക്കിടെ അവളുടെ മിഴികളിൽ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന വിഘ്നേഷിലും അവൻ അടച്ചിട്ട വാതിലിലേക്കും എത്തുന്നുണ്ട്. പനിനീർമുട്ടുപോൽ ഭംഗിയുള്ള അവളുടെ അധരങ്ങൾ കാണേ വിഘ്നേഷിലും കൊതി നിറയുന്നുണ്ട്. ഏത് നിമിഷവും അവനിൽ നിന്നൊരാക്രമണം പ്രതീക്ഷിച്ചു അവളും കരുതലോടെ നിന്നു. ഞൊടി നേരം കൊണ്ട് അവൻ അവളെ ജനാല മുഖത്ത് നിന്ന് മാറ്റി മറുഭാഗത്തെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി കഴിഞ്ഞിരുന്നു. ദേ സാറേ, വേണ്ടാട്ടോ. ഈർഷ്യ കൊണ്ട് അവളുടെ ശബ്ദം അടഞ്ഞു പോയിരുന്നു. സാറേന്നോ? ഏട്ടാന്ന് വിളിക്കടി. അവൻ്റെ ഇരു കൈകളും ചുമരിൽ ചേർന്ന് ഇറുക്കി നിൽക്കുന്നവളുടെ ഇരുഭാഗങ്ങളിലുമായി വെച്ചു വീണ്ടും അവളിലേക്ക് ചേർന്ന് നിന്നു. അതൊക്കെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പോരെ? അവൾ സ്വാഭാവികമായി ചോദിച്ചു. പോരാ, എന്നും എപ്പോഴും വിളിക്കണം. അവന് വാശിയാണ്. എൻ്റെ സ്നേഹം നീ കാണുന്നില്ലേ ഉണ്ണിമായ? എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല എന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? അവൻ അവളുടെ കവിളുകൾ കൈക്കുമ്പിളിൽ പിടിച്ചു നിറഞ്ഞു വരുന്ന ആ മിഴികളിലേക്ക് നോക്കി
ലോലമായി പറഞ്ഞു. ഭരതൻ പറഞ്ഞ പോലെ ഈ വിഘ്നേശും ഭാഗ്യവാനാണ്. ഉണ്ണിമായ എന്ന ഈ ദേവതയെ സ്വന്തമാക്കിയതിൽ. കസ്തൂരി തേടി അലഞ്ഞു വലയുന്ന കസ്തൂരിമാനാകാൻ വിഘ്നേഷ് ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ചു വൈകിയാണെങ്കിലും എന്നിലെ സുഗന്ധം നീയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഉണ്ണിമായ. അവൻ വല്ലാത്തൊരു അണപ്പോടെ അവളെയൊന്ന് സ്പർശിക്ക പോലും ചെയ്യാതെ അടർന്നു മാറി. അമൃതയെ മഞ്ഞളയിൽ കുളിപ്പിച്ചു, ചുവന്ന ബോർഡറിൽ മഞ്ഞ പട്ടുസാരി ഉടുപ്പിച്ചു, ചമഞ്ഞൊരുക്കി. പാട്ടും ഡാൻസും കഴിഞ്ഞ് എല്ലാവരും അത്താഴമൊക്കെ കഴിച്ച് ഒരു മയക്കത്തിലായിട്ടുണ്ട്. സുബ്ബലക്ഷ്മിയും കൂട്ടുകാരും എന്തൊക്കെയോ പറഞ്ഞും ചിരിച്ചു ഇരിപ്പാണ്. മണി 8 ഉറങ്ങുന്ന അമ്മയ്ക്ക് ഈ രാത്രി 12 ആകാറായിട്ട് ഒരു അനക്കവുമില്ലെന്ന് മനസ്സിലോർത്ത് വിഘ്നേഷ് ഉണ്ണിമായയെ തിരിഞ്ഞു. അവൻ്റെ ആ കണ്ണുകൾ തേടി അലയുന്നത് തന്നെയാണെന്ന് ഓർക്കെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഉണ്ണിമായ അവർക്കിടയിലേക്ക് മറഞ്ഞിരുന്നു. മുടി 2 ഭാഗത്തേക്കും പിന്നിക്കെട്ടി പട്ടുപാവാട ഇട്ട ഒരു കൊച്ചു സുന്ദരി അവളുടെ നേർക്ക് കൈനീട്ടിയിരിപ്പാണ്. ഉണ്ണിമായ കുഞ്ഞു കൈയിൻ്റെ പരപ്പിൽ ഭംഗിയുള്ള ഡിസൈനിൽ വരച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ കൊച്ചു സുന്ദരിയുടെ തോളിൽ തലവെച്ച് വിഘ്നേഷ് ഉണ്ണിമായുടെ നേർക്ക് കൈനീട്ടി. അവളൊന്ന് ഞെട്ടിപ്പോയി. ഉണ്ണിമായ നെറ്റി ചുളിച്ചു കണ്ണുരുട്ടി നോക്കിയതും അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അവൻ ആ കൊച്ചു സുന്ദരി കൊച്ചിനെ ഉമ്മ വെച്ചു. മുഖത്ത് വന്ന ജാള്യത മറച്ചു വെക്കാൻ അവൾ പാത്രത്തിൽ അരച്ചു വെച്ച മൈലാഞ്ചി എടുത്തു അവൻ്റെ മൂക്കിൽ കുത്തുവെക്കാൻ കൈ നീട്ടിയതും വിഘ്നേഷ് അവിടെ നിന്ന് ഓടിപ്പോയി. അവൻ്റെ ആ ഓട്ടം കണ്ട് ഉണ്ണിമായുടെ ചുറ്റും കൂടിയിരിക്കുന്ന കുട്ടിപ്പട്ടാളങ്ങളിൽ കൂട്ടച്ചിരി പടർന്നു. പിന്നെ ഏറെ നേരം നോക്കിയിട്ടും വിഘ്നേഷിനെ അവിടെ എങ്ങും കണ്ടില്ല എന്നവൾ ഓർത്തു. ഉള്ളിലെരിയുന്ന നൊമ്പരത്തോടെ അവൾ ആ തറവാടിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. മാല പോലെ നീട്ടിക്കെട്ടിയ ബൾബുകളുടെ വെട്ടം കൊണ്ട് പകൽ പോലെ വെളിച്ചമുണ്ട് ചുറ്റും. പന്തിയിൽ കുറേ ആളുകൾ നാളേക്കുള്ള സദ്യക്കുള്ള ഒരുക്കത്തിലാണ്. സാരി തുമ്പിൽ പിടിച്ചു ചുറ്റി അവൾ എല്ലായിടത്തും മീയൊടിച്ചു. ആരുടെങ്കിലും തിരക്കാമെന്ന് വെച്ചാൽ അറിയുന്ന ആരെയും അവിടെ കാണുന്നില്ല. സുബ്ബലക്ഷ്മിയോട് ചോദിക്കാമെന്ന തീരുമാനത്തിൽ പിന്തിരിഞ്ഞു നടന്നതും ആരുടെയോ ഒരു കൈബലത്തോടെ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. പേടിച്ചരണ്ടവൾ ആ കൈകളെ പിടിച്ചു വലിക്കാൻ തുടങ്ങിയതും അവളുടെ വലത് കൈ തണ്ടയിൽ മുറുകെ പിടിച്ചു വലിച്ചു വെളിച്ചം കുറഞ്ഞ ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ചു കൊണ്ടുപോയി. അവളെ പതിയെ ഭിത്തിയിലേക്ക് ചാരി നിർത്തിയെങ്കിലും വായിൽ നിന്നും കൈയെടുക്കാതെ ബലിഷ്ഠമായ കൈകളുടെ ഉടമയെ അവൾ കണ്ടു. അരണ്ട വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്ന കണ്ണുകൾ കാണെ ഉണ്ണിമായക്ക് ദേഷ്യം വന്നു. വിഘ്നേഷ് പതിയെ കൈകൾ അവളുടെ ചുണ്ടിൽ നിന്ന് എടുത്തു മാറ്റിയതും അവൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. പേടിച്ചോ? ഉയർന്നു താഴുന്ന അവളുടെ മാറിടത്തിലേക്ക് നോക്കി അവനൊന്ന് ഇളിച്ചു. ഇല്ല, രസിച്ചു. ചുണ്ടെന്നു കോട്ടി ഉണ്ണിമായ അവനെ കടന്നു പോകാൻ തുടങ്ങിയതും വിഘ്നേഷ് വീണ്ടും അവളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ താനൊരു മത്സ്യമായിരുന്നെന്ന് തോന്നുന്നു. വല്ലാത്തൊരു വൈതിപ്പോക്ക്. വിഘ്നേഷ് അവളെ കുറുമ്പ് പിടിപ്പിക്കാൻ നോക്കിയതും അവൾ കൈ വിടുവിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. കൈവിട്ടേ ഞാൻ പോവുക, എനിക്ക് ഉറക്കം വരുന്നു. ഉണ്ണിമായ മുഖം വീർപ്പിച്ച് നോക്കുമ്പോൾ കുറച്ചു മുമ്പ് അമൃത കൊടുത്ത കടുംപച്ച നിറത്തിലുള്ള കുപ്പിവളകളൊക്കെയും പൊട്ടിപ്പോയിരുന്നു. അതോടെ അവളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു. അവളുടെ ആ നോട്ടത്തിൻ്റെ ധ്വനി അറിയാതെ വിഘ്നേഷ് അവളെ തന്നെ നോക്കി നിൽപ്പാണ്. എന്നാൽ ഒരു വട്ടം പോലും ആ കൈ അയച്ചില്ല. അപ്പം തനിക്ക് കോവിൽ കാണാൻ പോകണ്ടേ? പൂജാരിമാരൊക്കെ പോയി കാണും, അവൻ വളരെ സൗമ്യതയോടെ പറഞ്ഞു. ഇപ്പോഴോ? അവൾക്ക് ആശ്ചര്യമായി. എടോ, ഇന്നിവിടെ ആരും ഉറങ്ങില്ല. നാളത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചെക്കനെയും പെണ്ണിനെയും ആദ്യ രാത്രി ആഘോഷിക്കാൻ ഈ തറവാട്ടിലൊരുക്കിയ മുറിയിലിട്ട് പൂട്ടിയിട്ടേ ഇനി ഇവിടെ ഉള്ളവർക്ക് വിശ്രമമുള്ളൂ. വിഘ്നേഷ് ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് മിഴിച്ചിമ്മി തുറന്നവൾ കേട്ടുനിന്നു. തുടരും. അപ്പോൾ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഉണ്ട്. പക്ഷേ ഒരു സന്തോഷം, വിഘ്നേഷ് ഉണ്ണിമായും സെറ്റായി എന്നുള്ളതാണല്ലേ. അടുത്ത ഭാഗമായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.